ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിതാ ഒരു നല്ല ചട്നി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് ഇഡ്ലിയുടെ കൂടെയും അതുപോലെ തന്നെ ദോശൻ്റെ കൂടെയും പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 വലിയ ടൊമാറ്റോ, പിന്നെ ഗാർലിക് പോട്ട്സ്, ഒരു ചെറിയ പീസ് ജിഞ്ചർ, അതുപോലെ പച്ചമുളകും വറ്റൽമുളകും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ഹാഫ് കപ്പ് കോക്കനട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അതിനായിട്ട് ഇവിടെ ഞാൻ മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ടേസ്റ്റ് വരാൻ ഓയിലിന് പകരം കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ്. ഇനി ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, ആ ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട് ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒരു 2 to 3 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ തേങ്ങൻ്റെ കളർ ചേഞ്ച് ആകുന്നവരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ലൈറ്റ് ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല. ചെറിയ ഒരു ഡിഫറൻസ് വരുമ്പോൾ തന്നെ നമുക്കിത് മാറ്റി വെക്കാം. ഇത് തേങ്ങ നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഗാർലിക് പോട്ട്സും ജിഞ്ചറും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതും ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുന്നവരെ സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ പറയില്ലേ ചുട്ടെടുത്തത് എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ചട്നി റെഡിയാക്കുന്നത്. ഈ ഒരു ടൈം നമ്മൾ ഫ്ലെയിം മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് സോട്ട് ചെയ്ത് കിട്ടണം. അപ്പോൾ ഇതിവിടെ തക്കാളിയിൽ നിന്ന് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ച വറ്റൽമുളക്, കറിവേപ്പില, മല്ലിയില, അതുപോലെ തന്നെ ഒരു തണ്ട് പുതിനയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് സോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഈ സോട്ട് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ച തേങ്ങയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം തക്കാളിയെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ വെള്ളത്തിന് ആവശ്യമില്ല. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഞാനിവിടെ ഉപ്പ് ചേർക്കാൻ മറന്നു പോയോണ്ടാണ് വീണ്ടും ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചട്നി റെസിപ്പിയാണിത്. ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നേരത്തായ കമൻറ്റ് ബോക്സിൽ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.